മഹിമ മോളെ, നീ ഒന്നേ. നിന്റെ ചേച്ചി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി. എന്റെ ജയിൽ എങ്ങനെ നടത്തണമെന്ന് അവളാണ് തീരുമാനിക്കേണ്ടത്. അവളൊരു പോലീസുകാരി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ അടുത്ത് ശുപാർശയായിട്ട് വരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ, വേണ്ടേ? അതുകൊണ്ട് മഞ്ജു ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം, വേണ്ടേ? ഒരു കാര്യം ചെയ്യും, 2 കൈയും പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു 100 റൗണ്ട് ഓട്. എങ്ങാനും തളർന്നു വീണ വീണ്ടും ആദ്യം മുതൽ ഓടണം. എന്നാ നോക്കി നിൽക്കാതെ വേഗം തുടങ്ങിക്കോ. ചെല്ല്. സൂപ്രണ്ടാണെന്ന് കരുതി തനിക്ക് എന്തും ചെയ്യാനാണോ വിചാരം? ഇത് നിയമവും കോടതിയൊക്കെയുള്ള സ്ഥലമാ. താൻ ആരാണെങ്കിലും റൂൾസ് പാലിച്ചേ പറ്റൂ. ഇങ്ങനെ അന്തേവാസികളുടെ വീഡിയോ എടുത്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതരുത്. എപ്പോഴാണ് ചോദിക്കാനും പറയാനും ഒരാള് വരുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. താനാണല്ലോ ഈ ജയിലിലെ നേതാവ് അല്ലേ? അപ്പോ തന്നിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് അതിന്റെ ഒരു ഐശ്വര്യം അല്ലേ? സ്മിതേ, ഇവിടെ തൂക്കിയെടുത്ത് സോൾട്ട് സെല്ലിട്. നാളെ രാവിലെ വരെ ഇവൾ അവിടെ തന്നെ കിടക്കണം. ഇവളുടെ ഉള്ളിലെ പ്രതികരണ ശേഷിയെല്ലാം ചോർന്നിട്ടേ പുറത്തിറക്കിയാ മതി. ഒരു തുള്ളി വെള്ളം പോലും ആരും ഇവൾക്ക് കൊടുത്തു പോകരുത്. സെല്ലിൽ നിന്ന് എന്തെങ്കിലും ഒച്ച വെച്ച ലാത്തി ഉണ്ടല്ലോ കയ്യില്, അത് ഒടിയുന്നത് വരെ തല്ലണം ഇവളെ. ഇവളെ കൊണ്ടുപോ. യെസ് മാഡം. വാടി ഇവിടെ വരാൻ. നടക്കടി അങ്ങോട്ട്. വരാൻ. നടക്കടി അങ്ങോട്ട്. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പുറത്തെ പോലെ അകത്തും ജനാധിപത്യമാണെന്ന്. അതിവിടെ നടക്കില്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഏകാധിപത്യമാണ്. ഞാനാണ് ഏകാധിപതി. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. എന്റെ അടുത്ത് നേതാവ് കളിക്കാനെങ്ങാനും വന്നാ അവളുടെ വിധിയായിരിക്കും എല്ലാവർക്കും. അതെല്ലാവരും ഓർക്കുന്നത് നല്ലത്. പോയി പണി നോക്ക്. അയ്യോ മോളെ, നീ ഓട്ടം നിർത്തിയോ? ഇനിയിപ്പോ ആദ്യം മോന് തുടങ്ങണ്ടേ? സ്മിതേ, മഹിമക്കുട്ടി കൃത്യം 100 റൗണ്ട് ഓടിയെന്ന് ഉറപ്പിക്കണം. അത് ഇതിൽ നീ വീഡിയോ എടുത്തു വെച്ചാ മതി. ഞാൻ വന്ന് എണ്ണിക്കോളാം. ഓക്കേ സർ. അക്കമ്മ
സോൾട്ടറി സെല്ലിലായ സ്ഥിതിക്ക് ഇന്ന് മഹിമ സെല്ലിൽ എത്തിക്കഴിഞ്ഞ അവൾ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? അതെ. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ സാർ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ നിൽക്കുക.